ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് കാസ്കേഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭൂൽ ഭുലയ്യ 3യുടെ സ്റ്റോറിയാണ്. 1992 റിലീസായ മലയാളം എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ഹൊറർ സൈക്കോ മൂവി മണിച്ചിത്രത്താഴിൻ്റെ ഹിന്ദി റീമേക്കാണ് ഈ മൂവി ഭൂൽ ഭുലയ്യ. 2007 അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ റിലീസ്. ഭൂൽ ഭുലയ്യ എന്ന് പറയുന്ന ഹിന്ദി മൂവിയിൽ മണിച്ചിത്രത്താഴിൻ്റെ സ്റ്റോറി പ്ലോട്ടും ക്യാരക്ടേഴ്സും ഹൊറർ സീൻസ് ആൻഡ് കോമഡി സീൻസും എല്ലാവരും റീമേക്ക് ആക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒറിജിനൽ ഹിറ്റ്സ് ഒറിജിനൽ. നമ്മുടെ നാഗവല്ലി റീമേക്കിൽ വെച്ചിട്ട് മോഞ്ചോളികയാണ് ബംഗാളി ഡാൻസർ മോഞ്ചോളിക. ഹൊറർ സീൻസിനേക്കാളുപരി കോമഡി സീൻസാണ് ഭൂൽ ഭുലയ്യയിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. റീമേക്കിൽ വരുമ്പോഴത്തേക്കും മണിച്ചിത്രത്താഴിൻ്റെ കഥയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ സ്റ്റോറി പ്ലോട്ട് ദ വെരി സെയിം ആണ്. കഥ സിദ്ധാർത്ഥും അവൻ്റെ ഭാര്യ അവ്നിയിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ അമേരിക്കയിൽ നിന്ന് സിദ്ധാർത്ഥൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. അവരൊരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ആ കൊട്ടാരത്തെപ്പറ്റി ആ നാട്ടിൽ കുറച്ച് പ്രേതകഥയൊക്കെ പറഞ്ഞു നടപ്പുണ്ട്. മോഞ്ചോളിക എന്ന് പറയുന്ന ഒരു ബംഗാളി ഡാൻസറിൻ്റെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത്. അതേ തുടർന്ന് അവിടെ കുറേ കാലങ്ങളായിട്ട് ആരും താമസിക്കാറില്ല. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ വൈഫായിട്ടുള്ള അവനി മഞ്ജുളിക എന്ന ആ ഒരു ഡാൻസറിൻ്റെ കഥയിൽ ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. സിദ്ധാർത്ഥും അവനിയും ആ കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതേ തുടർന്ന് അവിടെ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ആ കൊട്ടാരത്തിൽ നടക്കാൻ വേണ്ടി തുടങ്ങുന്നു. സിദ്ധാർത്ഥിന് അവിടെ പ്രേതബാധയൊന്നുമില്ല, അവിടെ ഏതൊരു മെൻ്റൽ പേഷ്യൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അയാളെ കണ്ടുപിടിക്കാനും ക്യൂർ ചെയ്യാൻ വേണ്ടിയും സിദ്ധാർത്ഥ് അവൻ്റെ ഫ്രണ്ടും ഫേമസ് സൈക്കാട്രിസ്റ്റും ആയിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. അത് അക്ഷയ് കുമാറാണ്. എന്നാൽ കൊട്ടാരത്തിലെത്തുന്ന ആദിത്യയ്ക്ക് അവിടെ പ്രേതമില്ലെന്നുള്ള കാര്യം ക്ലിയർ ആകുന്നു. ആൻഡ് സിദ്ധാർത്ഥിൻ്റെ വൈഫായിട്ടുള്ള അവനിയാണ് അബ്നോർമൽ ആണെന്നും അവളാണ് മാഞ്ചുളികയായി മാറുന്നതെന്നും ആദിത്യ തിരിച്ചറിയുന്നു. അവളെ അതിൽ നിന്ന് ക്യൂറാക്കി പ്രോബ്ലം എന്തായാലും സോൾവ് ആക്കുന്നു. ബോളിവുഡിലെ ഹിറ്റ് കോമഡി ഹൊറർ മൂവി വേരിയൻ്റ് എന്ന ടാഗ് ലൈനുമായിട്ട് ഭൂൽ ഭുലയ്യ അവിടെ ഒരു മികച്ച റീമേക്കായി മാറുന്നു. ഇനി നമുക്ക് 2022 റിലീസായ ഭൂൽ ഭുലയ്യയുടെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ശരിക്കും പ്രേതമില്ല, പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇൻഫാക്റ്റ് അതൊരു ഹൊറർ മൂവിയാണ്. അതിനുള്ളിൽ പ്രേതമുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ മോഞ്ചോളികയുടെ റോള് ചെയ്തിരിക്കുന്നത് വിദ്യാബാലനാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ അത് തബുവാണ്. ഫസ്റ്റ് പാർട്ടിൽ അക്ഷയുടെ റോൾ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ കാർത്തികാര്യനാണ്. ഭൂൽ ഭുലയ്യയുടെ സെക്കൻഡ് പാർട്ടിലെ സ്റ്റോറി പ്ലോട്ട് ഫസ്റ്റ് പാർട്ടുമായിട്ട് യാതൊരു രീതിയിലും ലിങ്ക്ഡ് അല്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ഭവാനിഗർഹ് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം. എന്തായാലും അവിടെ ഇതുപോലെ തന്നെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് വിജേന്ദർ സിംഗ്. അയാളുടെ അക്കൗണ്ട്സ് ഒക്കെ നോക്കാൻ വേണ്ടി കൊൽക്കത്തയിൽ നിന്ന് ഒരു അക്കൗണ്ടന്റിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. അയാൾക്ക് 2 ഇരട്ട പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അയാളുടെ പേര് ദബാൻഷു എന്നും കുട്ടികളുടെ പേര് അഞ്ജുലിക മഞ്ജുലിക എന്നുമായിരുന്നു. ദബാൻഷു ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ കൂടി അയാൾക്ക് പാട്ടും ഡാൻസും നല്ലതുപോലെ അറിയായിരുന്നു. അത് രണ്ടും അയാളുടെ 2 കുട്ടികളെയും അയാൾ പഠിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. ഈ കുട്ടികളിൽ വെച്ചിട്ട് ആഞ്ജുലികയാണ് പാട്ടും ഡാൻസും ഒക്കെ ഒന്നും കൂടെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾക്ക് എപ്പോഴും അപ്രീസിയേഷൻ കിട്ടുമായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മോഞ്ചോളിക കുറച്ച് ഡൗൺ ആയിരുന്നു. അവൾക്ക് ഇതിൻ്റെ പേരിൽ കുറച്ച് ജലസി ഉണ്ടായിരുന്നു. സ്റ്റോറി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മോഞ്ചോളികയെ കാണാം. അവൾ ഈ മന്ത്രവാദത്തിലൊക്കെ കുറച്ചേറെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവളേതോ മന്ത്രവാദികളെയൊക്കെ പോയി കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് മന്ത്രവാദം നല്ലതുപോലെ പഠിക്കുന്നു. ആ കൊട്ടാരത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയും വിജേന്ദർ സിംഗിൻ്റെ മകനുമായിട്ടുള്ള ഉദയ് ഠാക്കൂറിന് അഞ്ജുലികയെ ഇഷ്ടപ്പെടുന്നു. ഉദയുടെ അഞ്ജുലികയുടെയും കല്യാണം ഉറപ്പിക്കുന്നു. എന്നാൽ നമുക്കിവിടെ വെച്ച് മനസ്സിലാക്കുന്നു ഉദയെ ഓൾറെഡി മോഞ്ചോളികയ്ക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ അഞ്ജുലികയുടെയും ഉദയുടെയും കല്യാണ ദിവസമാകുന്നു. അഞ്ജുലികയുടെ ഡ്രസ്സിൻ്റെ ഒരു പീസും മുടിയുടെ ഒരു പീസും ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് മോഞ്ചോളിക പോകുന്നു. അവൾ ഏതോ മന്ത്രവാദമൊക്കെ ചെയ്യുന്നു. ഈ മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ജുളിക്ക് അവരുടെ അച്ഛൻ കാണുന്നു. എന്നാൽ ദേഷ്യത്തിലായിരുന്ന മോഞ്ചോളിക അവളുടെ അച്ഛനെ കൊന്നുകളയുന്നു. ആൻഡ് കൊട്ടാരത്തിലുള്ള മോഞ്ചോളികയെ കൊല്ലാൻ വേണ്ടി കൊട്ടാരത്തിനുള്ളിലേക്ക് പോകുന്നു. സിസ്റ്റേഴ്സ് 2 പേർക്കും ഇടയിൽ നല്ലൊരു അടി ഉണ്ടാകുന്നു. മോഞ്ചോളികയെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഉദയും ശ്രമിക്കുന്നു. മോഞ്ചോളിക ഉദയെ കൊല്ലാൻ നോക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അഞ്ജോളിക ഓടി വരികയും കത്തി കൊണ്ട് മോഞ്ചോളികയെ കൊന്നുകളയുകയും ചെയ്യുന്നു. മോഞ്ചോളിക മരിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. മോഞ്ചോളികയുടെ ആത്മാവ് ആ കൊട്ടാരത്തിലൂടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ടെറസിലൂടെ നടന്നുകൊണ്ടിരുന്ന ഉദയെ മോഞ്ചോളികയുടെ ആത്മാവ് തള്ളി താഴേക്കിടുന്നു. ഇതേ തുടർന്ന് ഉദയ് ഒരു കോമ സ്റ്റേറ്റിലാകുന്നു. അതിനുശേഷം കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരുപാട് പേരെ മോഞ്ചോളിക അറ്റാക്ക് ചെയ്ത് കൊന്നുകളയുന്നു. പിന്നീട് മോഞ്ചോളികയുടെ ആത്മാവിനെ പിടികൂടാൻ വേണ്ടി ഒരു മന്ത്രവാദിയെ വിജേന്ദർ സിംഗ് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. മന്ത്രവാദി പറയുന്നു മോഞ്ചോളികയുടെ പ്രേതത്തിന് നല്ല ശക്തിയാണ്, അതിനെ പിടികൂടി ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. വേണേ അതിനെ ഈ കൊട്ടാരത്തിലെ തന്നെ ഒരു മുറിയിൽ പൂട്ടിയിടാം. പക്ഷെ പിന്നീട് ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും അവിടെ വിട്ടു പോകേണ്ടിയിരിക്കുന്നു. വിജേന്ദർ സിംഗ് ഓക്കെ പറയും. പിന്നീട് ആ കൊട്ടാരം അടച്ചുപൂട്ടുന്നു. ആൾക്കാരെല്ലാം വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നു. അതിനുശേഷം മോഞ്ചോളികയുടെ ആത്മാവിനെ ആ ഒരു മുറിക്കുള്ളിൽ ലോക്ക്ഡാക്കുന്നു. പിന്നീട് 18 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഉദയുടെ സിസ്റ്റർ ആയിട്ടുള്ള റീത്തിനെ കാണാം. റീത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അവളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് അവൾ രാജസ്ഥാനിലേക്ക് തിരികെ വരികയാണ്. അവളൊരു ബസ്സിൽ കയറിയിരിക്കുന്നു. അവിടെ വെച്ച് റിഹാനെ പരിചയപ്പെടുന്നു. ബസ് ഒരിടത്ത് നിർത്തിയിടുന്നു. അതേ തുടർന്ന് റിഹാനും റീത്തും അടുത്തൊരു സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി പോകുന്നു. അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും അവർ വന്നിരുന്ന ബസ് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ബസ് ആക്സിഡൻറ്റിൽ വെച്ച് റീത്ത് മരിച്ചെന്ന് കരുതി അവളുടെ ഫാമിലി അവളുടെ ഫ്യൂണറൽ കംപ്ലീറ്റ് ചെയ്യുന്നു.
വീട്ടിലേക്ക് ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വിളിക്കുന്ന റീത്തിന് അവളുടെ സിസ്റ്ററായിട്ടുള്ള തൃഷയ്ക്ക് അവളുടെ കുഡ് ബി സാഗറുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ജീത്ത് വരുന്നത്. അവൾക്ക് മനസ്സിലാകുന്നു അവൾ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സിസ്റ്ററിനെ ഒരിക്കലും അവളുടെ കുഡ് ബിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല. അതുമാത്രമല്ല, ഗീത് ഇപ്പോൾ ഒരു മാരേജിന് റെഡി ആയിരുന്നില്ല. അവൾ ജീവനോടെ ഉണ്ടെന്ന് അവളുടെ വീട്ടുകാരെ അറിയിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് രാജസ്ഥാനിലെ ഭവാനിഘട്ടിലേക്ക് യാത്ര തിരിക്കുന്ന റുഹാനെയും ഗീത്തിനെയും നമുക്ക് കാണാം. ജീത്തിൻ്റെ ഫാമിലി നേരത്തെ താമസിച്ചിരുന്ന ഒരു ഒഴിഞ്ഞ കൊട്ടാരം ഉണ്ടായിരുന്നു അവിടെ താമസിക്കാനായിരുന്നു അവളുടെ പ്ലാൻ. ആ കൊട്ടാരത്തിനുള്ളിൽ പ്രേതം ഉണ്ടെന്നുള്ളൊരു കഥ പ്രചരിച്ചിരുന്നു. പ്രേതം ഉണ്ടെന്ന് പറയുന്ന ആ മുറി ഗീത്തും റുഹാനും ചേർന്ന് തുറക്കുന്നു. കൊട്ടാരത്തിൽ വെച്ചിട്ട് ഗീത്തിൻ്റെ വീട്ടുകാർ റുഹാനെ പൊക്കുന്നു. റുഹാൻ പറയുന്നു അവന് പ്രേതങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഗീത്തിൻ്റെ പ്രേതമാണ് അവനെ ഇവിടേക്ക് എത്തിച്ചതെന്ന്. ഇതോടുകൂടി റുഹാൻ പ്രേതത്തെ പിടിക്കുന്ന റൂഹ് ബാബ എന്നുള്ള പേരിൽ പ്രശസ്തനാകുന്നു. ആ കൊട്ടാരത്തിൻ്റെ റൂമിൽ നിന്ന് റിലീസായ പ്രേതം റുഹാനോട് സംസാരിക്കുന്നു. പിന്നീട് കുറേ ഡ്രാമാറ്റിക് രംഗങ്ങൾക്ക് ശേഷം ഒരു കാര്യം റിവീലാകുന്നു. അവിടുത്തെ ശരിക്കും പ്രേതം മഞ്ജുളികയല്ല, അഞ്ജുളികയാണ്. അഞ്ജുളികയുടെ വിവാഹ ദിവസം മഞ്ജുളിക കുറച്ച് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് അഞ്ജുളികയുടെ ബോഡി പൊസസ് ചെയ്യുന്നു. അതിനുശേഷം അഞ്ജുളികയുടെ വേഷത്തിൽ കല്യാണത്തിൽ വന്നിരിക്കുന്നു. ആക്ച്വലി 18 വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജുളിക മരിച്ചു പോയിട്ടുണ്ട്. ആൻഡ് അഞ്ജുളികയുടെ പേരിൽ ഇത്രയും കാലവും ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അവളുടെ സിസ്റ്റർ മോഞ്ജുളികയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം ഉദയ് തിരിച്ചറിയുന്നു അവൻ്റെ കൂടെയുള്ളത് മോഞ്ജുളികയാണെന്ന്. അങ്ങനെ മോഞ്ജുളിക ഉദയെയും ടെറസിൽ നിന്ന് തള്ളിയിടുന്നു. അതിനുശേഷം ആർക്കൊക്കെയാണ് മോഞ്ജുളികയുടെ ഈ രഹസ്യം മനസ്സിലായത് അവരെയൊക്കെ മോഞ്ജുളിക കൊന്നുകളഞ്ഞു. ആൻഡ് ഈ കൊലപാതകങ്ങളെല്ലാം ഓഞ്ജുളികയുടെ ആത്മാവാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർത്തു. എന്നാൽ കൊട്ടാരത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഓഞ്ജുളികയുടെ ആത്മാവെത്തുന്നു. ഇതേ തുടർന്ന് മോഞ്ജുളിക കൊട്ടാരത്തിലുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഓഞ്ജുളികയെ റൂമിനുള്ളിൽ ലോക്ക്ഡാക്കുന്നു. അന്നത്തെ ദിവസം മുതൽ ഇന്നുവരെ മോഞ്ജുളിക ഓഞ്ജുളികയുടെ പേരിൽ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു വരികയാണ്. എന്നാൽ സ്വന്തം ഐഡൻറ്റിറ്റി വരെ നഷ്ടപ്പെട്ട മോഞ്ജുളികയുടെ ആത്മാവ് 18 വർഷത്തോളം ആ മുറിക്കുള്ളിൽ അകപ്പെട്ട് ലോക്ക്ഡായി കിടന്നു. ആ മുറിയിൽ നിന്ന് റീത്തും റുഹാനും ചേർന്ന് ഓഞ്ജുളികയെ റിലീസാക്കുന്നു. എന്നാൽ ഓഞ്ജുളികയുടെ ആത്മാവ് ഉടൻ തന്നെ മോഞ്ജുളികയെ കൊന്നുകളയുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാം മനസ്സിലാകും ഓഞ്ജുളികയുടെ ആത്മാവ് വെളിയിൽ വന്ന് അവരുടെ പാവം മരുമോളെ കൊന്നുകളഞ്ഞു എന്ന്. അങ്ങനെ ജീത്തിലും റുഹാനിലൂടെയും ഓഞ്ജുളികയുടെ സത്യം എല്ലാവരും അറിയുന്നു. ഈ മൂവിയുടെ എൻഡിൽ വെച്ചിട്ട് ഓഞ്ജുളികയുടെ ആത്മാവ് മോഞ്ജുളികയെയും കൊണ്ട് ആ അടച്ചിട്ട റൂമിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ കൊണ്ട് ഈ സിനിമ ഉണ്ടാകുന്നു. ഭൂൽ ഭുലയ്യയുടെ 3rd പാർട്ടിൻ്റെ സ്റ്റോറി ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ ഗൈസ്. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ എക്സ്പ്ലനേഷൻ. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.